ശ്രീ ജോർജ് ജോസഫ് കണ്ടോ, ഈ ചർച്ചയിൽ ഉടനീളം അഖിൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ട്വിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ വിഷയം. തുടക്കം മുതൽ അഖിൽ എടുക്കുന്ന നിലപാട് അത് ചില സംഘടനകൾ നുഴഞ്ഞു കയറുകയാണ്, അരാഷ്ട്രീയവാദികളാണ്, എന്ത് കാര്യമാണ് പറഞ്ഞു പോലെ എളുപ്പത്തിൽ പറയുകയാണ്. അതിൽ SFI ഉണ്ട്, SFI ആണെങ്കിൽ ഞാൻ അംഗീകരിക്കും എന്ന് മനോഹരമായി തന്നെ സാരോപദേശമാണ് നടത്തുന്നത്. എങ്ങനെ കാണുന്നു ഈ അഖിലിൻ്റെ ഈ നിലപാട്? അഖിലിൻ്റെ നിലപാടെന്നല്ല, BJPയുടെ നിലപാട്, RSSന്റെ നിലപാട്, സംഘപരിവാറിന്റെ നിലപാട് അല്ല. ഞാൻ ശരിക്കല്ലേ പറഞ്ഞു, ഒരു സമരം നടത്തുമ്പോൾ ഒരു സംഘടനയ്ക്ക് ഒരു ഐഡന്റിറ്റി വേണ്ടേ? എന്റെ ജോർജ് ജോസഫ് താങ്കൾ പറയാം. കാണേണ്ടത് നമ്മൾ ഒരു മിനിറ്റ്, ഇവിടെ ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത് എങ്ങനെയാണ്? അതായത് ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ഇപ്പോൾ നമ്മളെടുക്കുക CBSE മുതൽ അങ്ങ് സിവിൽ സർവീസ് എക്സാം വരെയുള്ള എല്ലാ തരത്തിലുള്ള പരീക്ഷകളുടെയും ക്രെഡിബിലിറ്റി പോയിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള പരീക്ഷകളിലും കഴിഞ്ഞ ഈ 11 വർഷക്കാലത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഇത് അട്ടിമറികളോ അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർച്ചയോ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ 22 വിദ്യാർത്ഥികളുടെ മരണത്തെക്കുറിച്ചുകൂടെ പറഞ്ഞു. ഇതിനു മുമ്പും ഉള്ള ഇത് പരീക്ഷകളുമായി ബന്ധപ്പെട്ടുള്ള ആത്മഹത്യകൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാഫിയ ഡെവലപ്പ് ചെയ്യണം. അതായത് ഈ ഇത്തരത്തിലുള്ള എക്സാം നടത്തുകയും ഈ ഇങ്ങനെയുള്ള ദേശീയ തലത്തിലുള്ള NTA വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു വലിയ മാഫിയ സംഘം രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ മാഫിയ സംഘത്തിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയും അവർ പരീക്ഷ അട്ടിമറിക്കുകയും അവർ 2 ലക്ഷവും 3 ലക്ഷവും 5 ലക്ഷവും ഒക്കെ കൊടുത്ത് ഓരോ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും പലതരത്തിൽ ദേശീയ തലത്തിലേക്ക് ഈ പരീക്ഷകൾ അഡ്മിഷൻ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഡിഗ്രി തലത്തിലുള്ള അഡ്മിഷൻ വരെ ദേശീയ തലത്തിലുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വരികയാണ്. അതെല്ലാം ഈ ഫെഡറൽ സംവിധാനത്തിലേക്കുള്ള എൻക്രോച്ച്മെൻറ്റാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണെങ്കിലും അത് സംസ്ഥാനത്തിൻ്റെ ഒരു ഉന്നത വിദ്യാഭ്യാസവും പ്രാഥമിക വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളിൽ ഒന്നാണ്. അവിടെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കയറുന്നതിൻ്റെ ഭാഗമായിട്ട് ദേശീയ തലത്തിൽ NTA എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു ഇതിലേക്ക് പോകുന്നത്. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഡൽഹിയിലും രാജസ്ഥാനിലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എൻട്രൻസ് കോച്ചിങ്ങും ഈ പരീക്ഷ നടത്തിപ്പിൻ്റെ അതിനുള്ള പരിശീലനങ്ങളൊക്കെ എടുത്ത്. ഇപ്പോൾ രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന ജില്ല എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 100 കണക്കിന് ഇത്തരത്തിലുള്ള പരിശീലന കേന്ദ്രങ്ങളുണ്ടെന്ന് പറയുന്നത്. ബീഹാറിലുണ്ട്, ഡൽഹിയിലുണ്ട്. ഇതെല്ലാം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയെടുക്കുന്നതിനടക്കമുള്ള. പക്ഷേ ഇത്രയും പരീക്ഷകൾ നടന്നിട്ട് ഇതിലെല്ലാം തന്നെ ക്രമക്കേട്, CBSE മുതൽ സിവിൽ സർവീസ് വരെയുള്ള പരീക്ഷകൾ ക്രമക്കേട് നടന്നിട്ട് ഏതെങ്കിലും കേസിൽ ഒരു നടപടി ഉണ്ടാവുകയോ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുകയോ പ്രതികളെ കണ്ടെത്തിയോ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോവുകയോ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സിജുവിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഒരു ഇൻസിഡൻറ്റും ഇല്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിൻ്റെ പിന്നിൽ ഭരണതലത്തിലുള്ള ആളുകളുടെ ഭരണകൂടത്തിൻ്റെ ശക്തികളുടെ സ്വാധീനം, അവരുടെ പിൻബലം ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ സംവിധാനങ്ങളെല്ലാം നടത്തിയിട്ടുള്ള ഏജൻസികളുടെ CBSE ആയാലും അതുപോലെ തന്നെ NTA ആയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒന്നും തലപ്പത്തിരിക്കുന്ന ആളുകൾക്കോ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അവരെല്ലാം ഏതെങ്കിലും തരത്തിൽ ഒന്ന് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള രീതിയിലേക്ക് പോകുന്നതല്ലാതെ നിയമപരമായ നടപടികളിലേക്ക് കഴിഞ്ഞ 10-11 വർഷക്കാലത്തിനുള്ളിൽ പോയിരിക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ അന്വേഷണ റിപ്പോർട്ടുകൾ എവിടെയാണ്? ഒഡീഷയിലെ തീവണ്ടി ദുരന്തത്തിൽ എന്താണ് സംഭവിച്ചത്? എവിടെയാണ് അന്വേഷണ റിപ്പോർട്ട്? ഗുജറാത്തിലെ വിമാന അപകടത്തെ സംബന്ധിച്ച് എന്ത് സംഭവിച്ചു? എവിടെയാണ് അന്വേഷണ റിപ്പോർട്ട്? ആർക്കറിയാം? നമ്മുടെ ഈ ഊട്ടിയിലെ അപകടമുണ്ടായി, ഇന്ത്യയുടെ 3 സൈന്യങ്ങളുടെയും തലവനും ഭാര്യയും അടക്കമുള്ള ആളുകളാണ് മരിച്ചത്. എവിടെയാണ് അതിനെക്കുറിച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ള ആർക്കറിയാം? അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഒളിച്ചോടുന്നൊരു സമീപനമാണ് ഭരണകൂടം സ്വീകരിക്കുന്നത്. അതാണ് ഇവിടെ പ്രശ്നം. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആവശ്യപ്പെടുന്നത് എന്താ? പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ അടക്കമുള്ള ആളുകൾ, നേരത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ ദേശീയ തലത്തിലുള്ള ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് തന്നെ പല സംസ്ഥാനങ്ങളോടും വിവേചനം കാണിക്കുന്നൊരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട്. ഈ പിന്നോക്ക സംസ്ഥാനങ്ങളടക്കമുള്ള വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെട്ടു പോകുന്ന സ്ഥിതിയുണ്ട്. അത് തന്നെ തെറ്റാണെന്ന് വാദിക്കുന്ന മുഖ്യമന്ത്രിമാർ പോലും ഉണ്ട്. പക്ഷെ അവിടെയെല്ലാം NTA എന്ന് പറയുന്നത് ഇതെല്ലാം ദേശീയ തലത്തേക്ക്. അപ്പോൾ അധികാരത്തെ കേന്ദ്രീകരിക്കുക,
അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ സിലബസ് അടക്കമുള്ള കാര്യങ്ങളെ പരിഷ്കരിച്ച് ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തെ പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് താല്പര്യമുള്ള തരത്തിലേക്ക് വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന രീതിയിലേക്ക്, അതുപോലെ ഹിന്ദുത്വ കോർപ്പറേറ്റ് അജണ്ടകൾക്ക്, ഇപ്പം നമ്മൾ കോർപ്പറേറ്റ് കമ്പനികൾ പിരിച്ചുവിടുന്നതിനെക്കുറിച്ച് കോറോ ഹെൽത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. വിദ്യാഭ്യാസ സമ്പ്രദായം പോലും ഇന്ന് അടിമുടി ഉടച്ചു വാർത്ത് പലത് കൊണ്ടുവരുന്നത് ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്യുന്ന ഒരു തൊഴിലാളി വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലേക്കാണ് വിദ്യാഭ്യാസ സമ്പ്രദായം പോലും പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തെ, ഈ പരീക്ഷകളെ, വിദ്യാഭ്യാസത്തിൻ്റെ നടത്തിനെ, സിലബസിനെ എല്ലാം കേന്ദ്രീകരിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഒരു ടെസ്റ്റിംഗ് ഏജൻസി, ദേശീയ തലത്തിൽ എല്ലാത്തിനും ഒരു ഏജൻസി, ദേശീയ തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു ടെസ്റ്റിംഗ്, അങ്ങനെ വരുമ്പോൾ ഈ ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ടെസ്റ്റിംഗ് ഏജൻസി കൊണ്ടുവരാൻ കഴിയില്ല. അതാണ് പല മുഖ്യമന്ത്രിമാരും പറയുന്നത്. അപ്പോൾ അതിനകത്ത് അങ്ങനെ കൊണ്ടുവന്നിട്ട് അത് ഇനി തെറ്റുകൂടാതെ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള പഴുതുകളുമില്ലാതെ അത് നടത്തിക്കൊണ്ട് പോകാനൊട്ട് കഴിയുന്നുമില്ല. അപ്പോൾ ചോദ്യം വരുന്നതെന്ന് വെച്ചാൽ ഈ നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെടുന്നത്. ഇതപ്പര്യന്ത് എത്രയോ പരീക്ഷകളിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പം നിരന്തരം പരീക്ഷ നടത്താൻ ഒരു കാര്യം ആലോചിക്കുക, ഒരു ദേശീയ ഗവൺമെൻറ്, ഇത്ര വലിയൊരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു ദേശീയ ഗവൺമെൻറ്റിന് ഒരു വിദ്യാർത്ഥികളുടെ 22 ലക്ഷം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു ടെസ്റ്റ് കുറ്റമറ്റ രീതിയിൽ നടത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ പരം ഒരു പരാജയപ്പെട്ടൊരു ഗവൺമെൻറ് വേറെ ഉണ്ടോ? വേറെ ഏത് യാഡ്സ്റ്റിക്ക് വെച്ച് നമ്മൾ നോക്കണം? മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ വിടുക. ഇത്തരത്തിലുള്ളൊരു പരീക്ഷ കുറ്റമറ്റ, ഒരു പരീക്ഷയാണെങ്കിൽ പോട്ടെ, ഈ നീറ്റ് പരീക്ഷയാണെങ്കിൽ പോട്ടെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞു നീറ്റ് പരീക്ഷ റീനീറ്റ് നടത്തിയതിൻ്റെ കാര്യത്തിൽ പോലും ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് ഒട്ടേറെ വിദ്യാർത്ഥികൾ പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ്. പലരും നല്ല പഠിച്ച് എഴുതിയ ആളുകൾക്ക് അവർ പ്രതീക്ഷിച്ച മാർക്കില്ല, നിസ്സാരമായ മാർക്ക് കിട്ടിയ അവസ്ഥയിലേക്ക് പോകുന്നു. ഈ പരീക്ഷാ റിസൾട്ട് വന്നതിന് ശേഷം തന്നെ ആത്മഹത്യക്ക് ശ്രമിച്ച, കേരളത്തിലടക്കം ആത്മഹത്യക്ക് ശ്രമിച്ച സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതെല്ലാം വിദ്യാർത്ഥികളെ ഇത്ര വലിയൊരു കുഴപ്പത്തിലേക്ക്, അവരെ കുടുംബങ്ങളെ സമ്മർദ്ദത്തിലേക്ക് ആഴ്ത്തിവിടുന്ന ഒരു മാഫിയ സംഘത്തിന് ഇത്തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടത്തിവിടുന്ന, ഇതിലെത്രയോ കോടി രൂപയുടെ തട്ടിപ്പരങ്ങേറിയിട്ടുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ രാജസ്ഥാൻ കേന്ദ്രീകരിച്ചും ഡൽഹി കേന്ദ്രീകരിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും നടത്തുന്ന ഈ കോച്ചിങ് സെൻറ്ററുകൾ, എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വ്യാപകമായ തട്ടിപ്പിനെക്കുറിച്ച് എത്രയോ റിപ്പോർട്ടുകൾ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നിവിടെ നമ്മൾ ഈ വിദ്യാർത്ഥികളുടെ സമരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, അവിടെ ഇപ്പോൾ CJP ആണെങ്കിലും വാസ്തവത്തിൽ സിജു ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഡൽഹിയിലേക്ക് യുവാക്കളും വിദ്യാർത്ഥികളും ഒഴുകിയെത്തുകയാണ്. ഓരോ നിമിഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ എങ്ങനെയൊക്കെ തടഞ്ഞിട്ടും, ഈ പറഞ്ഞതുപോലെ മെട്രോ തടഞ്ഞു നോക്കി, അങ്ങനെ പലതും തടഞ്ഞു നോക്കിയിട്ടും താങ്കൾക്കടക്കം ഇവിടെ ഇരിക്കുന്ന ശിവപ്രസാദ് അല്ല, കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കടക്കം എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അവിടെ ഓരോ ദിവസവും ഓരോ മിനിറ്റിലും അനേകായിരങ്ങൾ ലക്ഷക്കണക്കിന് യുവാക്കളോട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അഖിൽ പറയുകയാണെങ്കിൽ അതിൽ ചാപ്പകുത്ത് വിടേണ്ട, ആ രാഷ്ട്രീയവാദി ആരാണ്, ആരാണെന്നുള്ള ചാപ്പകുത്ത് വിടേണ്ട, അതിൻ്റെ ആ ചാപ്പകുത്തലിൻ്റെ സോൾ ടെൻഡർ എടുത്തിരിക്കുന്നത് ഇവിടുത്തെ സംഘപരിവാറാണെന്നാണ് ഇപ്പോൾ അഖിൽ പറഞ്ഞത്.